Today we want to discuss very interesting topic. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മിസ്പ്രൊനൗൺസ് ചെയ്യാറുള്ള ലോകത്തിലെ 8 വളരെ പോപ്പുലർ ആയ ബ്രാൻഡ്സ്. The pronunciation of 8 most popular brands in this world. So let's start. The first word is McDonald's. കൂടുതൽ പേരും ഈ പേര് പറയാറുള്ളത് McDonald's എന്നുള്ളതാണ്. It was actually wrong, including me before I studied this. So it is McDonald's. So അയർലാൻഡിലെയും സ്കോട്ട്ലാൻഡിലെയും പ്രദേശത്ത് നിന്ന് വരുന്ന ഒരു ഫാമിലി നെയിമിന്റെ പേരാണ് ഇത് McDonald's എന്നുള്ളത്. സോ ഈ McDonald'sന്റെ ഈ കമ്പനിയുടെ ഒരു മാസ്കോട്ട് ഉണ്ട്, ഭാഗ്യചിഹ്നം. നമ്മൾ അഡ്വർടൈസ്മെന്റിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഫിഗർ, ഇറ്റ്സ് നെയിം ഈസ് റോണൾഡ് മെക്ഡോണൾഡ്സ്. സോ ഇത് രണ്ടും റൈമിംഗ് വേർഡ്സ് ആണ്, റോണൾഡ് മെക്ഡോണൾഡ്സ്. സോ ഇറ്റ്സ് പ്രൊനൗൺസിയേഷൻ ഈസ് മെക്ഡോണൾഡ്സ്. ആൻഡ് സെക്കൻഡ് വേർഡ് ഈസ് പിസ്സ ഹട്ട്. ഈ വേർഡ് കൂടുതൽ പേരും തെറ്റിക്കാനുള്ള കാരണം പിസ്സ എന്ന വാക്കിന്റെ പ്രൊനൗൺസിയേഷൻ അറിയാത്തത് കൊണ്ടാണ്. പിസ്സ എന്നാണ് കൂടുതൽ ആൾക്കാരും പറയാറുള്ളത്. ഇറ്റ് വാസ് നോട്ട് പിസ്സ, ഇറ്റ് ഈസ് പിസ്സ. 2 സിലബിൾ ആണുള്ളത്. ഒന്നാമത്തെ സിലബിൾ പി എന്നും രണ്ടാമത്തെ സിലബിൾ സ എന്നും. പിസ്സ ഹട്ട്. ഒരുപാട് മൾട്ടിനാഷണൽ ഫുഡ് ചെയിനുകളുണ്ട്. പിസ്സ ഹട്ട്, ഡൊമിനോസ് പിസ്സ ആൻഡ് പാപ്പ ജോൺസ് പിസ്സ, ഒരുപാട് ഫുഡ് ചെയിനുകളുണ്ട്. എല്ലാം പിസ്സ എന്നാണ്, നോട്ട് പിസ്സ, ഇറ്റ്സ് പിസ്സ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദാറ്റ് ഡിസ്നി എന്ന കമ്പനി ലോകത്തിലെ കാർട്ടൂണുകൾക്കും അതുപോലെ തന്നെ ആനിമേറ്റഡ് ഫിലിമിനും വളരെ ഫേമസ് ആയ ഒന്നാണ്, വളരെ പോപ്പുലർ ആയ ഒന്നാണ്. സോ ഈ കമ്പനി ഫുൾ നെയിം ഇറ്റ് ഈസ് വാൾട്ട് ഡിസ്നി കമ്പനി. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കാറുള്ളത്? ഇഫ് യു സേ ഡിസ്നി, ഇറ്റ് ഈസ് റോങ്. ബിക്കോസ് ഡിസ്നി എന്ന വാക്കിലെ നടുവിലുള്ള എസ് എന്ന ശബ്ദത്തിലാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. യു ക്യാൻ സീ ഇറ്റ് ഓൺ ദ സ്ക്രീൻ ഓൺ ദ പ്രൊനൗൺസിയേഷൻ സിംബൽ. സോ ഇറ്റ് ഈസ് ഡിസ്നി, റിമെമ്പർ ദാറ്റ്. And the fourth one is most popular for its denim jeans. So it is Levi's. ആ കമ്പനിയുടെ യഥാർത്ഥ പേര് Levi Strauss and Company. So by the way, it is the name of the founder of the company, Levi Strauss. So കൂടുതൽ പേരും ഇത് ഈ നെയിം ഉച്ചരിക്കാറുള്ളത് ലെവീസ് എന്നതാണ്. It is wrong. It is Levi's. Up next, it is a sportswear manufacturer. It is Nike, not Nike. So, ഈ വേർഡിന്റെ ഉച്ചാരണം നൈക്കി എന്നാണ്. ഫസ്റ്റ് സിലബിൾ നൈ എന്നും ആൻഡ് സെക്കൻഡ് സിലബിൾ കീ എന്നും. ബിക്കോസ് 2014 ഈ കമ്പനിയുടെ കോ ഫൗണ്ടറായ ഫിൽ നൈറ്റ് എന്ന വ്യക്തി ഈ കമ്പനിയുടെ പ്രൊനൗൺസിയേഷൻ കൺഫേം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നൈക്കി, നോട്ട് നൈക്ക്. The sixth word is that Adidas. So, കൂടുതൽ പേരും ഈ വേർഡിനെ മിസ്പ്രൊനൗൺസ് ചെയ്ത് അഡീഡാസ് എന്നൊക്കെ പറയാറുണ്ട്. ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്, ഇറ്റ് ഈസ് റോങ്. ദ ആക്ച്വൽ ആൻഡ് റിയൽ പ്രൊനൗൺസിയേഷൻ ഈസ് അഡീഡാസ്. സോ ഈ വേർഡിനെ ചുറ്റിപ്പറ്റി, അഡീഡാസ് എന്ന വേർഡിനെ ചുറ്റിപ്പറ്റി ഒരുപാട് മിത്തുകൾ കറങ്ങി നടക്കുന്നുണ്ട്. ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് കണക്കാക്കപ്പെടുന്ന കുറെ മിത്തുകളുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഓൾ ഡേ ഐ ഡ്രീം അബൌട്ട് സോക്കർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് ഓൾ ഡേ ഐ ഡ്രീം അബൌട്ട് സ്പോർട്സ്. ഈ 2 മിത്തുകളും റോങ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ബിക്കോസ് ഈ കമ്പനിയുടെ ഫൗണ്ടറായ ആഡി ഡാസ്ലർ എന്ന വ്യക്തിയുടെ അബ്രിവിയേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് നെയിം ആയിട്ടാണ് ഈ കമ്പനിക്ക് ഈ പേര് നൽകുന്നത്. സോ മിത്തുകളെല്ലാം റോങ് ആണ്. ഇറ്റ് ഈസ് അഡിഡാസ്. ആൻഡ് ദ സെവൻത് വൺ ഈസ് ദാറ്റ് Volkswagen. ഒരിക്കലും Volkswagen എന്നല്ല, ഫസ്റ്റത്തെ വീക്ക് ഫ എന്ന ശബ്ദമാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. സോ ഇറ്റ് ഈസ് Volkswagen എന്ന വാക്കിന്റെ അർത്ഥം പീപ്പിൾസ് കാർ, ജനങ്ങളുടെ വാഹനം എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് Volkswagen. സോ ദ ലാസ്റ്റ് വേർഡ് ഈസ് Amazon. കൂടുതൽ പേരും ഈ വേർഡ് പ്രൊനൗൺസ് ചെയ്യാറുള്ളത്, മിസ്പ്രൊനൗൺസ് ചെയ്യാറുള്ളത് Amazon എന്നുള്ളതാണ്. ഇറ്റ് ഈസ് റോങ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ബിക്കോസ് Amazon, സോ ഫസ്റ്റ് സിലബിൾ അവിടെയാണ് ചെറിയൊരു സ്ട്രെസ് കൊടുക്കാറുള്ളത്, Amazon. സോ ഇറ്റ് ഈസ് Amazon. Don't